ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതിയാണ്. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 25-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് അതിപ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ സംസ്കാരത്തിലും രീതിയിലും നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രമാണങ്ങളിലും ജീവിത ശൈലികളിലും അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. എന്താണ് ആ പാഠങ്ങൾ? മനുഷ്യന് സാമൂഹ്യ അസ്തിത്വമുള്ളവനാണ്. ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ സമൂഹത്തോട് കടപ്പാടുകളുണ്ട്. ജന്തുക്കൾ ഒരുമിച്ചൊക്കെയാണ്. ആട് പറ്റമായിട്ട്, മാനുകൾ പറ്റമായിട്ട്, ജിറാഫുകൾ നോക്കിയാൽ പറ്റമായിട്ട്, അങ്ങനെ സിംഹങ്ങളാണെങ്കിലും അത് പറ്റമായിട്ടൊക്കെയാണ്. എന്നാൽ അവയ്ക്ക് സാമൂഹ്യ ബന്ധങ്ങൾ കുറവാണ്. അവർക്ക് ധാർമ്മികതയൊന്നുമില്ല. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അവർക്കില്ല. പക്ഷേ മനുഷ്യനതെല്ലാം ഉണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് കുടുംബം എന്നൊരാശയമുണ്ട്. കുടുംബം അതൊരു വലിയ ആശയമാണ്. കുടുംബമാണ് അവൻ്റെ പ്രാഥമികമായിരിക്കുന്ന സമൂഹം. പ്രൈമറി സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബമാണ്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കുടുംബം. അതാണ് അവൻ്റെ പ്രാഥമിക സൊസൈറ്റി. ആ സമൂഹത്തിൽ വളർന്നാണ് അവൻ വിശാലമായിരിക്കുന്ന സമൂഹത്തിൽ പെരുമാറുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നത്. അപ്പോൾ കുടുംബത്തോടുള്ള ഒരാളുടെ ബന്ധങ്ങളും കുടുംബത്തോടുള്ള ഒരാളുടെ കടപ്പാടുകളും എന്താണെന്ന് മനസ്സിലാക്കി അത് സത്യസന്ധമായി ചെയ്യുന്നതായിരിക്കുന്ന ഒരു വ്യക്തി സമൂഹത്തോടുള്ള അവൻ്റെ കടപ്പാടുകൾ നിവർത്തിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ളവനായിരിക്കുകയില്ല. മറിച്ച് കുടുംബത്തോടുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ അവഗണിച്ച് ഒരു ഏകനായി തന്നിഷ്ടക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യന് അവൻ സമൂഹത്തിൽ എന്നും സമൂഹത്തിനൊരു ഭാരമായിരിക്കും. കാരണം സാമൂഹ്യമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ അവന് ആ സമൂഹത്തിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെയും സമൂഹത്തിൻ്റെ ഭാഗമാണ്, എനിക്ക് സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് അവന് മനസ്സിലാക്കി പെരുമാറുന്നവനായിരിക്കില്ല. സഹോദര ബന്ധമെന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ ബന്ധമാണ്. സഹോദര ബന്ധം ദൈവവുമായുള്ള ഒരു മനുഷ്യൻ്റെ ബന്ധം കഴിഞ്ഞാൽ സഹോദരനുമായുള്ള ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധമെന്ന് പറയട്ടെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആദ്യത്തെ 4 കൽപ്പനകളെ സമ്മറൈസ് ചെയ്ത് കർത്താവ് പഠിപ്പിച്ചു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കണ്ടില്ലേ, ദൈവം, സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം. അപ്പോൾ ദൈവത്തോടുള്ളതായിരിക്കുന്ന നമ്മുടെ സ്നേഹവും സഹോദരന്മാരോടുള്ള നമ്മുടെ സ്നേഹവും വളരെ ബന്ധപ്പെട്ടതായിരിക്കുന്ന ആശയമാണ്. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അത് വളരെ ശരിയാണല്ലോ. രക്തബന്ധമുള്ളവനാണ് എൻ്റെ സഹോദരൻ എന്ന് പറയുന്നത്. ഒരേ ഉദരത്തിൽ നിന്ന് വന്നവനല്ലേ. എനിക്ക് ആ സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയില്ലെങ്കിൽ ഞാൻ കാണാത്തതായിരിക്കും ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ എളുപ്പമാണ്, പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് യാഥാർത്ഥ്യമായി പ്രകടിപ്പിക്കുവാൻ പ്രയാസമാണ്. കാരണം അത് ആദ്യം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ നിൻ്റെ സഹോദരനെ നീ ആദ്യം സ്നേഹിച്ചിരിക്കണം. കാരണം കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് സഹോദര ബന്ധം ഏറ്റവും ഉന്നതമായ ബന്ധമാണ്. സഹോദരൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ കുടുംബാംഗങ്ങൾക്ക് കടപ്പാടുണ്ട്. അത് പഴയ നിയമത്തിൽ വ്യക്തമായിരിക്കുന്ന ഒരു കൽപ്പനയാണ്. നിൻ്റെ സഹോദരൻ ദരിദ്രനായി തീർന്നാൽ നീ അവനെ ഉദ്ധരിക്കണമെന്നാണ്. സഹോദരൻ്റെ ബിസിനസ് പൊട്ടിപ്പോയാൽ നീ എന്ത് ചെയ്യണം? അവരെ സഹോദരന്മാരെല്ലാവർക്കും ചേർന്ന് അവൻ രണ്ടാമതൊരു ബിസിനസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ 3 പ്രാവശ്യം ബിസിനസ് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടുന്നെങ്കിൽ മാത്രമേ പിന്നെ അവനെ ഏതെങ്കിലും കടയിലെ ജോലിക്കാരനായിട്ട് നിർത്താനായിട്ട് പാടുള്ളൂ. അങ്ങനെ സഹോദരന്മാരെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു ദൗത്യമാണ്. അതെ, അപ്പോൾ സഹോദരനെ മറക്കുന്നതും സഹോദരനെ നിഷേധിക്കുന്നതും നീചത്വമാണ്. പക്ഷേ ഇന്നത്തെ സമൂഹം നമുക്കറിയാം, അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നവരാണ്. അത് വിരളമായ ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. സഹോദരൻ്റെ പേർ നിലനിർത്തുവാൻ ഇസ്രായേലിൽ ദൈവം ചെയ്തിട്ടുള്ള ക്രമീകരണമാണ് ദേവരധർമ്മം എന്ന് പറയുന്നത്. ലെവറേറ്റ് മാരേജ് എന്ന് പറയും. അതായത് ഒരു സഹോദരൻ വിവാഹം ചെയ്തിട്ട് വന്നു, തനിക്ക് മകനുണ്ടാകുന്ന, ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ മരിച്ചു പോയാൽ അവൻ്റെ വിധവയായിരിക്കുന്ന സ്ത്രീ അവന് സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരൻ്റെ ഭാര്യയായി തീരണം. എന്നിട്ട് ഈ മരിച്ചുപോയ സഹോദരന് വേണ്ടി ഈ സഹോദരൻ അവളിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. ആ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ സഹോദരൻ്റെ വകയായിരിക്കില്ല, മരിച്ചു പോയതായിരിക്കുന്ന ആളിൻ്റെ വകയായിരിക്കും. അവൻ്റെ സ്വത്തുക്കൾക്കെല്ലാം അവകാശം ഈ കുട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് പഴയ നിയമത്തിലെ വ്യവസ്ഥ. അത് മാന്യവും അലംഘനീയവുമായിരിക്കുന്നൊരു കാര്യമായിട്ടാണ്. എന്നാൽ കാലാകാലങ്ങളിൽ അത് ഇഷ്ടപ്പെടാത്തവരായിരിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നവോമിയുടെ ഒരു ബന്ധു തന്നെ അതിന് ഉദാഹരണമാണ്. എന്താണ് ആ ബന്ധു പറഞ്ഞത്? ആ ബന്ധുവിനോട്
ബോസ് പറഞ്ഞു, നീ അവളെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, എനിക്കത് സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ എൻ്റെ സ്വത്തുക്കൾക്ക് അത് നഷ്ടം വരും, അതുകൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ലെന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് പോകേണ്ട സ്വത്ത് എൻ്റെ സഹോദരൻ്റെ മക്കൾക്ക് പോകേണ്ടതായിട്ട് വരും, എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദേവരധർമ്മം ലംഘിക്കുന്നവരെ മാനിക്കാതിരിക്കുവാനായിട്ട് ഉള്ള പാരമ്പര്യമാണ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരുടെ കാലിൽ നിന്നും ചെരുപ്പ് ഊരി വീണ്ടെടുപ്പ് നിഷേധിക്കപ്പെട്ട വിധവ നിഷേധിച്ചവൻ്റെ മുഖത്ത് തുപ്പണം. എന്നിട്ട് ആ മനുഷ്യനെ ചെരിപ്പഴിഞ്ഞവൻ്റെ കുടുംബം, ദി ഹൗസ് ഓഫ് ഹിം ഹു സാൻഡൽ വാസ് റിമൂവ്ഡ് എന്ന ഇസ്രയേലിൽ അവൻ്റെ കുടുംബം അറിയപ്പെടും മേലിൽ. അത് വളരെ ലജ്ജാകരമായിരിക്കുന്നൊരു കാര്യമാണ്. ചെരിപ്പഴിഞ്ഞവൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ കുടുംബം പണിയുവാൻ വിസമ്മതിച്ചവൻ, സഹോദരൻ്റെ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാൻ, അവൻ്റെ തലമുറയെ നിലനിർത്തുവാൻ ഒക്കെ വിസമ്മതിച്ചതായിരിക്കുന്നൊരു മനുഷ്യൻ, അവനെ അങ്ങനെ അഴിഞ്ഞവൻ്റെ കുടുംബമെന്നാണ് പറയുന്നത്. ചെരുപ്പെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെയാണ്. നടക്കാനാണല്ലോ ചെരുപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെരുപ്പഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ലാത്തവൻ, ദൈവസന്നിധി നിലനിൽപ്പില്ലാത്തവൻ, ഇസ്രായേലിൽ നിലനിൽപ്പില്ലാത്തവൻ്റെ കുടുംബമാണ്. അപ്പോൾ മരിച്ചുപോയ സഹോദരൻ്റെ വിധവയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുക വഴി സഹോദരൻ്റെ പേര് ഇസ്രായേലിൽ നിലനിർത്തുവാനുള്ള ക്രമീകരണം ദൈവമാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ജനിക്കുന്നതായിരിക്കുന്ന കുട്ടിയെ മരിച്ചുപോയ സഹോദരൻ്റെ കുട്ടിയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. സഹോദരൻ്റെ സ്വത്തുക്കൾ ആ കുട്ടിക്കുള്ളതാണ്. അപ്പോൾ ഇതുവഴി ഇസ്രായേലിലെ പുരുഷന്മാർക്ക് എല്ലാവർക്കും അവരുടെ പേര് നിലനിർത്തുവാനായിട്ട് കഴിയുന്നതാണ്. ഒരു സഹോദരൻ അകാലത്തിൽ മരിച്ചുപോയി, അപകടത്തിലോ രോഗം വന്ന് മരിച്ചുപോയാൽ, അവൻ വിവാഹിതനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വിധവയിൽ അവൻ്റെ സഹോദരൻ കുട്ടിയെ ജനിപ്പിക്കുകയും ആ കുട്ടി മരിച്ചുപോയ സഹോദരൻ്റെ കുട്ടിയായിട്ട് കണക്കാക്കി അവൻ്റെ സ്വത്തുക്കൾക്ക് അവനെ അവകാശിയാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സഹോദരൻ്റെ പേര് നിലനിർത്തുക എന്ന് പറയും. അത് ഇസ്രായേലിലെ മാന്യമായിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിവാഹിതരായി മരിക്കുന്നവർക്ക് അങ്ങനെയുള്ളത് ക്രമീകരണമൊന്നുമില്ല. അവൻ വിവാഹം കഴിച്ചില്ല, അവൻ മരിച്ചുപോയി. എന്നാൽ വിവാഹിതരായി കുട്ടികളില്ലാതെ മരിക്കുന്ന ആളുകൾക്ക് അതുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം കൂടെ ഉണ്ട്. ഇസ്രായേലിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരു സ്ത്രീക്ക് സ്വത്തുക്കൾ അവകാശമില്ല, ഒരു സ്ത്രീക്കില്ല. ഭർത്താവിനാണ് സ്വത്തുക്കളുള്ളത്, അല്ലെങ്കിൽ ആൺമക്കൾക്കാണ് സ്വത്തുക്കളുള്ളത്. അപ്പോൾ മക്കളില്ലാതെ മരിക്കുന്ന ഒരു വിധവയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ സ്വത്തുക്കളൊന്നും അവൾക്ക് അവകാശമല്ല. അവളൊരു അന്യായ സ്ത്രീയായിട്ട് ഏത് വീട്ടിൽ നിന്ന് വിവാഹം ചെയ്ത് വന്നു ആ വീട്ടിലേക്ക് തിരിച്ചു പോവുക മാത്രമേ അവൾക്കുള്ളൂ. പക്ഷേ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം പറഞ്ഞ് അങ്ങനെയല്ല, അവളെ വിവാഹം കഴിച്ചതായിരിക്കുന്ന ഭർത്താവിൻ്റെ സ്വത്തുക്കൾക്ക് അവൾക്ക് അവകാശമില്ലെങ്കിൽ അവൾക്കൊരു കുട്ടിയുണ്ടായി, ആ കുട്ടിക്ക് അവകാശം വേണം. അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം എത്ര വലിയ സാമൂഹിക പരിഷ്കർത്താവാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പല അനീതികളും ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. ഇസ്രായേലിൽ ഒരു പുരുഷനും അവനെ മക്കളില്ലാതെ മരിച്ച് അവൻ്റെ വിധവ ഒരു അനാഥയെ പോലെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ പേര് നിലനിർത്തുവാൻ അവൻ്റെ സന്തതികളുണ്ടാകുകയും അവളുടെ വിധവ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ നിയമം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിയമമില്ല. സഭയ്ക്കൊന്നും ആ നിയമം ബാധകമാക്കിയിട്ടില്ല. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. എന്നാൽ നാം പ്രമാണമില്ലാത്തവരല്ല. അതിൽ നമുക്ക് പാഠം പഠിക്കാനുണ്ട്. എന്താണ് ആ പാഠം? മരിച്ചുപോയവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായും ജീവിച്ചിരിക്കുന്ന സഹോദരനുള്ളതാണ്. അതാണ് മരിച്ചുപോയവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ, അവൻ്റെ വിധവയെ സംരക്ഷിക്കുവാൻ ഉള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്ന സഹോദരനുള്ളതാണ്. അത് സഹോദരൻ്റെ കടമയാണ്, സഹോദരൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിവർത്തിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെയുള്ളവനെ ചെരിപ്പഴിച്ചവൻ്റെ കുടുംബം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബോസ് രൂത്തിനെ വിവാഹം കഴിക്കാൻ ഒരിക്കലും കടപ്പെട്ടതല്ല. ഒരു അന്യജാതിക്കാരിയായ രൂത്ത് എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് വന്നത്? ഒരു ഇസ്രായേലിന് അവളെ വിവാഹം കഴിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഇസ്രായേലിന് അവളെ വിവാഹം കഴിച്ചു. ആ ഇസ്രായേൽ വിവാഹം കഴിച്ചവൻ കുട്ടികളില്ലാതെ മരിച്ചുപോയി. അതുകൊണ്ട് അവനൊരു യഹൂദ പുരുഷൻ്റെ വിധവയാണ്. അങ്ങനെയുള്ളൊരു വിധവയെ വീണ്ടെടുക്കുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം ഇസ്രായേലിലെ അവൻ്റെ സഹോദരനുണ്ട്, അവൻ്റെ ഫസ്റ്റ് കസിൻസിനുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വമാണ് ബോവസ് നിവർത്തിച്ചത്. ദൈവം ബോവസിനെ എന്തുമാത്രം അനുഗ്രഹിച്ചു. രൂത്തിലുണ്ടായതായിരിക്കുന്ന മകന് നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയിൽ വരുന്ന ഒരാളാണ്, ദാവീദിൻ്റെ വംശാവലിൽ വരുന്ന ഒരാളാണ്. ദൈവത്തെ മാനിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരന്മാരുടെ ഭവനം പണിയുന്നവരായിട്ട് നമുക്ക് തീരാം. നാം സ്വാർത്ഥരാകരുത്. നമ്മുടെ മക്കൾക്കൊന്നും അതുകൊണ്ടൊരു കുറവും വരികയില്ല. സഹോദരനെ സഹായിച്ചതുകൊണ്ടോ, സഹോദരനെ കടം വീട്ടിയതുകൊണ്ടോ, സഹോദരന് ഭൂമി വീണ്ടെടുത്ത് അവന് കൊടുത്തതുകൊണ്ടോ ഒന്നും നാം പാപ്പരായി തീരുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വരും. അങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് സഹോദര സ്നേഹം നിലനിർത്തി സമൂഹത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.